ഒരു നടി അല്ലെങ്കിൽ നടൻ വിവാഹമോചനം നേടിയാൽ ഉറപ്പായും സാധാരണ കേസിൽ നെഗറ്റീവ് കമൻസുകളാണ് സോഷ്യൽ മീഡിയയിൽ വരിക. എന്നാൽ നടി പാർവതി വിജയിയുടെ കാര്യത്തിൽ തെല്ലോളം നെഗറ്റീവില്ല. നടി മൃദുല വിജയിയുടെ സഹോദരി കൂടിയായ പാർവതി ഇന്ന് അഭിനയത്തിലേക്ക് മടങ്ങിവരവും നടത്തിയിരിക്കുകയാണ്. ഏറെ ആവേശത്തോടെയാണ് അവരുടെ വരവിനെ ആരാധകർ വരവേറ്റത്. ഇന്ന് മിനി സ്ക്രീനിലെ വില്ലത്തി വേഷങ്ങൾ പരിശോധിച്ചാൽ പാർവതി അവതരിപ്പിക്കുന്ന രാഖി എന്ന മാനത്തെ കൊട്ടാരം പരമ്പരയിലെ കഥാപാത്രം കിടിലനാണ്. സ്കൂൾ കുട്ടിയായി എത്തിയ ശീതൾ ആണോ ഇതെന്ന് പാർവതിയുടെ പ്രകടനം കണ്ടാൽ ആർക്കും തോന്നിപ്പോകും. കുടുംബവിളക്ക് പരമ്പരയിലെ ക്യാമറാമാൻ ആയിരുന്നു പാർവതിയുടെ ഭർത്താവ്. കോവിഡ് കാലത്തായിരുന്നു പെട്ടെന്നുള്ള വിവാഹം. വീട്ടുകാരുടെ അനുവാദം കിട്ടാതെ നടന്ന വിവാഹം ആയതുകൊണ്ട് തന്നെ തീർത്തും സ്വകാര്യ ചടങ്ങായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ പ്രശ്നങ്ങളും തുടക്ക സമയത്ത് നേരിടേണ്ടി വന്നു. മകളുടെ വരവോടെ ഇരു കുടുംബക്കാരും ഒന്നായി നല്ല കുടുംബജീവിതം നയിച്ചു വരികയായിരുന്നു പാർവതി. വിവാഹത്തോടെ കുടുംബത്തിന് വേണ്ടി അഭിനയം വരെ വേണ്ടെന്ന് വെച്ച ആളാണ് പാർവതി. എന്നാൽ കുടുംബജീവിതത്തിൽ ഉണ്ടായ അസ്വാരസ്യങ്ങൾ മൂലം ഏറെക്കാലമായി ഭർത്താവുമായി പിരിഞ്ഞു കഴിയുകയായിരുന്നു താരം. കഴിഞ്ഞ 10-11 മാസങ്ങളായി ഞങ്ങൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അപ്പോഴൊക്കെ നിങ്ങൾ ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ മറുപടി പറയാതിരുന്നത് മനഃപൂർവ്വമല്ല. എന്തെങ്കിലും ഒരു തീരുമാനം ആവുന്നതുവരെ വന്ന് പറയുന്നത് ശരിയാണ് എന്ന് എനിക്ക് തോന്നിയില്ല. ഇപ്പോൾ തീരുമാനമായി, ഞങ്ങൾ വേർപിരിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം വന്ന വീഡിയോയിൽ പാർവതി പറഞ്ഞത്. ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റാത്ത ബന്ധം പിരിയുക തന്നെ വേണം. മോൾ എന്തായാലും പഠിച്ച് ഒരു ജോലി നോക്കാൻ ശ്രമിക്കൂ. മോളെ വളർത്തേണ്ടേ? അച്ഛനും അമ്മയും ചേച്ചിയും ചേട്ടനും കൂടെ തന്നെ ഉണ്ടാകും. മോൾക്ക് നന്നായി വരും, സന്തോഷമായിരിക്കൂ, വീണ്ടും യൂട്യൂബിൽ സജീവമാകൂ എന്നിങ്ങനെ ഒരുപാട് സപ്പോർട്ട് നിറഞ്ഞ കമൻസാണ് പാർവതിക്ക് ലഭിച്ചതും. അതിൽ ശ്രദ്ധേയമായ മറ്റൊരു കമൻറ്റ് കൂടിയുണ്ട്. ഞാൻ ഒരു ദിവസം പാർവതിയുടെ ഭർത്താവിനെ ഒരു ബ്ലാക്ക് കാറിൽ പുള്ളിയുടെ ഗേൾഫ്രണ്ടിൻ്റെ ഒപ്പം കൊച്ചുവേളിയിൽ വെച്ച് കണ്ടിരുന്നു. അന്ന് വന്ന് കമൻറ്റ് ഇടണം എന്നോർത്ത്, പക്ഷേ ഒഫീഷ്യലായി ഒന്നും പറയാഞ്ഞതുകൊണ്ടാണ് ഞാൻ പറയാതെ ഇരുന്നത്. എനിക്ക് ഒരുപാട് സങ്കടമുണ്ട് എന്നിങ്ങനെ പറയുന്ന ഒരു കമൻറ്റാണ് ഏറെ ശ്രദ്ധിക്കപ്പെടുന്നത്. ഇതേ കമൻറ്റിന് മറുപടിയായി പാർവതിയും എത്തിയിരുന്നു.